അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്ന് 4 പേർ മരിച്ചതിൽ കോർപ്പറേഷന് ഗുരുതര വീഴ്ചകൾ. വലിയങ്ങാടിയിലെ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും കടമുറികൾ ലേലത്തിന് യോഗ്യമല്ലെന്നും എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് നൽകി. 2024 ഒക്ടോബറിൽ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. എന്നാൽ പുതുക്കി പണിയാൻ തീരുമാനിച്ചിരുന്ന 16 കെട്ടിടങ്ങളിൽ ഒന്നാണ് തകർന്നതെന്നാണ് മേയറുടെ വിശദീകരണം. വ്യാപാരികളുടെ എതിർപ്പാണ് ഒഴിപ്പിക്കൽ നടപടി വൈകാൻ കാരണമെന്നും മേയർ ഒ സദാശിവൻ പറഞ്ഞു. കേൾക്കാം. കോഴിക്കോട് കോർപ്പറേഷനിലെ 16 കെട്ടിടങ്ങൾ പുതുക്കി പണിയാൻ തീരുമാനിച്ചു. പക്ഷെ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അതിൽ DPR ക്ഷണിച്ച് എല്ലാം നടപടികൾ പൂർത്തിയാകുമ്പോൾ കെട്ടിടം അൺഫിറ്റാക്കി കച്ചവടക്കാരെ മുഴുവൻ അവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്നൊരു തീരുമാനം കോർപ്പറേഷൻ എടുത്തിട്ടില്ല. ഏത് കെട്ടിടമാണോ യഥാസമയം പൊളിക്കേണ്ട തീരുമാനങ്ങൾ എടുത്ത് നടപടികൾ പൂർത്തിയാവുന്നു ആ മുറയ്ക്ക് മാത്രം ഇവർക്ക് നോട്ടീസ് കൊടുത്ത് ഒഴിവാക്കാനാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് ആ കെട്ടിടം അൺഫിറ്റാക്കിയില്ല. അൺഫിറ്റ് ആക്കാത്തത് കൊണ്ടാണ് അതിൽ ലൈസൻസ് കൊടുക്കാൻ കഴിയുന്നത്. ആ അപേക്ഷ കൊടുക്കുമ്പോൾ എഞ്ചിനീയറിംഗിന്റെ ഒപ്പീനിയൻ ചോദിച്ചു. അപ്പോൾ എഞ്ചിനീയറിംഗിൽ നിന്ന് എഴുതി വെക്കുകയാണ് ഇത് പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ച കെട്ടിടമാണ്, ബലക്ഷയമുള്ള കെട്ടിടമാണ്, അതുകൊണ്ട് ഇത് കൊടുക്കുന്നത്. അത് നമ്മൾ അംഗീകരിച്ചു, പുതുതായിട്ട് കൊടുത്തില്ല. ഇത് ധനകാര്യ കമ്മിറ്റി അംഗീകരിച്ചു, കൗൺസിൽ അംഗീകരിച്ചു. കോർപ്പറേഷനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. BJP ഇന്ന് കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. മരിച്ച 3 പേരുടെ ഖബറടക്കം പൂർത്തിയായി. VS രഞ്ജിത്തും അഭിജിത്ത് മുഴക്കുന്നുമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആദ്യം അഭിജിത്ത് മുഴക്കുന്നിലേക്ക്. അഭിജിത്ത് മുഴക്കുന്ന ഗുരുതരമായ വീഴ്ചകളാണ് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. 2024 തന്നെ ഈ കെട്ടിടം അൺഫിറ്റ് ആണെന്ന്, ഈ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം അറിയിച്ചിരുന്നതാണ്. ആ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ടും അത് മറികടന്ന് ഈ ലൈസൻസ് നീട്ടി നൽകുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും ന്യായീകരിക്കുകയാണോ മേയർ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് അരുൺകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഈ കെട്ടിടത്തിലുള്ള മുറികൾ ലേലം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവ ലേലയോഗ്യമാണോ എന്നുള്ളൊരു റിപ്പോർട്ട് അത് റവന്യൂ വിഭാഗം ചോദിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തുകയും ഇവ ലേലയോഗ്യമല്ല എന്നുള്ളൊരു റിപ്പോർട്ട് റവന്യൂ വിഭാഗത്തിന് കൈമാറുകയും ചെയ്തത്. അതായത് കെട്ടിടം അപകടാവസ്ഥയിലാണ്, അവ ലേലയോഗ്യമല്ല എന്ന് 2024 ഒക്ടോബർ 30 തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എന്നിട്ടും അവിടെ മറ്റ് കടമുറികൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ വീഴ്ച, ഏറ്റവും ഗുരുതരമായ ആരോപണവും. ഇതിപ്പോൾ മേയർ പറയുന്നത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ പൊളിച്ചു മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഞ്ചിനീയറിംഗ് വിഭാഗം നൽകിയിരിക്കെ എന്തുകൊണ്ട് അത് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് കോർപ്പറേഷൻ കടന്നിട്ടില്ല എന്നുള്ള ചോദ്യം തന്നെയാണ് ബാക്കിയാകുന്നത്. ഇത് ഈ ഒരു കെട്ടിടത്തിന്റെ മാത്രം കാര്യമല്ല അരുൺകുമാർ. ഏതാണ്ട് കോർപ്പറേഷൻ പരിധിയിലുള്ള 16ഓളം കെട്ടിടങ്ങളുടെ അവസ്ഥ ഇതേ നിലയിലാണ്. ഈ കെട്ടിടങ്ങളുടെയൊക്കെ സ്ഥിതി ഗുരുതരമാണ്, അവ പൊളിച്ചു മാറ്റേണ്ടതാണ് എന്നുള്ള റിപ്പോർട്ട് ഇതിനോടകം പോയിട്ടുണ്ട്. അത് കളക്ടർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും അത്തരം കെട്ടിടങ്ങൾ കോർപ്പറേഷന്റെ പരിധിയിൽ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ നാളെ ഇതേ രീതിയിലുള്ള അപകടങ്ങൾ ആവർത്തിച്ചാൽ മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യവും. ഇതിൽ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ആ ഘട്ടത്തിൽ ആദ്യം മേയർ പറഞ്ഞത് അൺഫിറ്റ് അല്ല ഈ കെട്ടിടം, അതുകൊണ്ടാണ് ലൈസൻസ് നൽകിയത് എന്നുള്ളതാണ്. പക്ഷേ ആ വാദങ്ങളൊക്കെ പൊളിയുന്നു. കാരണം ആ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെ അത് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ മറ്റെന്താണ് അതിനപ്പുറം വേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കടമുറികൾ ഒഴിഞ്ഞു നൽകാനുള്ള കാര്യം തങ്ങളോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ഈ കടയുടമകളൊക്കെ തന്നെ വ്യക്തമാക്കിയതാണ്. അത് ശരിവെക്കുന്നതാണ് ഇന്ന് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടൽ. കാരണം ഇന്ന് രാവിലെയാണ് ഈ അപകടമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് ഇന്ന് രാവിലെ മാത്രമാണ് കോർപ്പറേഷന്റെ അധികൃതർ വന്ന് ഈ കെട്ടിടത്തിൽ ഒരു നോട്ടീസ് പതിപ്പിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ മാറ്റി ഈ കടമുറി ഒഴിയണം എന്നുള്ളതായിരുന്നു ആ നോട്ടീസിന്റെ ഉള്ളടക്കം. അതായത് ആദ്യം തന്നെ ഈ കടമുറികൾ ഒഴിയണം എന്നുള്ളൊരു ആവശ്യം കോർപ്പറേഷനിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഏതായാലും ഇനിയിപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ എന്താണ് കോർപ്പറേഷൻ സ്വീകരിക്കുക, ഈ കെട്ടിടത്തിന്റെ മാത്രമല്ല മറ്റ് കെട്ടിടങ്ങളുടെ കൂടി കാര്യത്തിൽ കോർപ്പറേഷൻ ഏത് രീതിയിലുള്ള ഇടപെടൽ നടത്തും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ഈ വാർത്തകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ കെട്ടിടം മാത്രമല്ല അൺഫിറ്റ് ആയിരിക്കുന്നത്, ആ കോർപ്പറേഷന്റെ ഭരണസമിതി തന്നെ അൺഫിറ്റ് ആണ് എന്നുള്ളതാണ്. 2024 കൊടുത്തൊരു റിപ്പോർട്ട് മുൻപിലിരിക്കെ ലൈസൻസ് നീട്ടി കൊടുക്കണമെങ്കിൽ എന്താ നമ്മൾ പറയുക ഇവരെ കുറിച്ച്? നമുക്കിപ്പം VS രഞ്ജിത്ത് കൂടിയുണ്ട്. VS രഞ്ജിത്ത്, എന്തായാലും അൺഫിറ്റായ കെട്ടിടത്തിൽ ലൈസൻസ് നീട്ടിക്കൊടുത്ത് അതിൽ നിന്ന് പണം പിരിച്ച് കോർപ്പറേഷൻ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 ജീവനുകളാകും പോയത്. 3 പേരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി അല്ലേ രഞ്ജിത്ത്?
ഡോക്ടർ അരുൺ, ഇന്ന് രാവിലെ 3 പേരുടെയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. അതിൽ ബഷീറിന്റെയും അതുപോലെ തന്നെ അഷ്റഫിന്റെയും ജബ്ബാറിന്റെയും സംസ്കാര ചടങ്ങുകളാണ് പൂർത്തിയായത്. വിനോദിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അഭിജിത്ത് സൂചിപ്പിച്ച കാര്യത്തിൽ ഇപ്പോൾ അല്പം മുമ്പാണ് മേയർ ഭവനിൽ മേയറുടെ വാർത്താ സമ്മേളനം പൂർത്തിയായത്. മേയറുടെ വിശദീകരണം ഇങ്ങനെയായിരുന്നു: ഈ അൺഫിറ്റ് എന്ന് പറയുന്നതും കാലപ്പഴക്കമുണ്ട്, അപകടാവസ്ഥയിലാണ് എന്ന് പറയുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് അൺഫിറ്റായി രേഖപ്പെടുത്തുന്നതിന് പ്രത്യേകമായിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. അതിൽ ഏറ്റവും വേഗത്തിൽ പൊളിച്ചു നിൽക്കേണ്ടത് ഏതാണ് എന്ന് പ്രത്യേകമായി തന്നെ പറയും. അങ്ങനെ വേഗത്തിൽ പൊളിച്ചു നിൽക്കേണ്ട കാറ്റഗറിയിലേക്ക് ഈ കെട്ടിടം മാറ്റിയിരുന്നില്ല എന്നുള്ളതാണ് ഒരു ന്യായീകരണമായി സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. വി എസ് രഞ്ജിത്തും അഭിജിത്തും മുഴക്കുന്നതാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയിപ്പോൾ പല ന്യായീകരണങ്ങൾ വരും. പക്ഷെ 4 മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞുപോയത്. സാധാരണക്കാരായ മനുഷ്യരാണ്, ചുമട്ടുതൊഴിലാളിക്കാരായ മനുഷ്യരാണ്. അവർക്കറിയോ ഈ കെട്ടിടം കാലപ്പഴക്കം എന്താണ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അൺഫിറ്റ് ആണെന്ന് പറഞ്ഞതാണെന്നൊന്നും അവർക്കറിയില്ലല്ലോ. അവർക്ക് ആ കെട്ടിടം പ്രവർത്തിക്കുന്നു, അതിൻ്റെ ചുവട്ടിലിരുന്ന് അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ആ സ്ലാബ് ഇടിഞ്ഞു വീണത്. എന്തായാലും കൂടുതൽ കെട്ടിടങ്ങൾ അങ്ങനെ ഇടിയാതിരിക്കട്ടെ.